നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നല്ലതിനായിരിക്കും. ഇപ്പം തന്നെ ഒരു ഉദാഹരണത്തിന് മണിച്ചിത്രതാഴിൻ്റെ റിലീസിംഗ് ഡേറ്റ് അറിഞ്ഞപ്പോൾ മുതൽ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി 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 കാത്തുകൊത്തിരുന്ന് അതിങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് കച്ചയും കയറ്റിയിരുന്ന എന്നെ മാത്യു കൊണ്ടുപോയത് വാഴ കാണാനായിട്ടാണ്. അറിയാതെയാണെങ്കിലും ഞങ്ങൾ അതിനായിട്ട് തിരഞ്ഞെടുത്ത ഒരു കിട്ടിലം ദിവസമായിരുന്നു. കാരണം ഞങ്ങളെ അവിടെ കാത്തിരുന്നത് വലിയ വലിയ ട്വിസ്റ്റ് ആൻഡ് സർപ്രൈസ് ആയിരുന്നു. എന്താണെന്നറിയാനായിട്ട് ഇതാ കണ്ടോ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബില്യൺസ് ഓഫ് ബോയ്സിന്റെ ബയോപിക് തന്നെയായിരുന്നു വാഴ. അതിലെ ഓരോ ക്യാരക്ടേഴ്സും ജീവിക്കുകയായിരുന്നു. എസ്പെഷ്യലി അച്ഛൻ ക്യാരക്ടേഴ്സിനെല്ലാം ഹാറ്റ്സ് ഓഫ്. എൻ്റെ ഒരു സൈഡിലാണെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് ആനന്ദ തുന്തുലിതനായിട്ടിരിക്കുന്ന എൻ്റെ കെട്ടിയോരെയും, മറ്റൊരു സൈഡിൽ ഓരോ സീൻസിലും കൂട്ടുകാരുടെ അടുത്ത് കൗണ്ടർ അടിച്ച് ആർത്തുല്ലസിച്ച് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ഒരു പറ്റം പയ്യന്മാരെയാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കടന്നു പോകുന്ന യാതനകളും വേദനകളും സംഘർഷങ്ങളും ഇവരിട്ടാരോടും പറയുന്നുമില്ല, ഇവരെ ആരും മനസ്സിലാക്കുന്നുമില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. ശരിക്കും ഇവരൊക്കെ മുത്താണ് കേട്ടോ.